കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വസ്തു എന്ന നിലയിൽ മാത്രമാണ്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചില ഡോക്ടർമാർ പറയുന്നു കൊളസ്ട്രോൾ വലിയ കുഴപ്പമില്ല, ഡയറ്ററി കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. അതേസമയത്ത് കാർഡിയക് ഡോക്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൊളസ്ട്രോൾ നോക്കിയേ പറ്റത്തുള്ളൂ. ഓരോ വട്ടം ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴും കൊളസ്ട്രോൾ നോക്കുന്നു, കൊളസ്ട്രോൾ ലെവൽ നോക്കുന്നു. ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഹെൽത്ത് ടിപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഴുക് രൂപത്തിലുള്ള ഒരു വസ്തുവാണ്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതൊരു ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാലാണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 80% കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ലിവറാണ്. ബാക്കി 20% കൊളസ്ട്രോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഡയറ്റിൽ നിന്നാണ്. എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കലോറി ആഹാരമുണ്ട്, അതിൽ കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ലിവർ കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും. പ്രത്യേകിച്ച് നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, ഫാറ്റ്, പ്രോസസ്ഡ് ഫുഡ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ലിവർ കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് നടത്തുന്ന സമയത്ത് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ഫാറ്റ് മാത്രം കുറച്ചാൽ മാത്രം പോരാ, ഓവറോൾ കലോറി കുറക്കണം. അതുകൂടാതെ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കൊളസ്ട്രോൾ ലെവൽ കുറക്കാൻ പറ്റുള്ളൂ. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ 25% ഫൈബർ കഴിക്കണം. ഇനി പുരുഷന്മാരാണെങ്കിൽ 35% ഫൈബർ കഴിക്കണം. ഫൈബർ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കുറക്കാൻ പറ്റും. കൊളസ്ട്രോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭ്യമായില്ലേ? നമ്മൾ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോസസ്ഡ് ഫുഡ് ഏതാണ്? അത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഉപകാരപ്പെട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് റീപോസ്റ്റും കൂടി ചെയ്തേക്കും.